കഴിഞ്ഞ ആഴ്ച അവൾ വീട്ടിൽ വെച്ചൊന്ന് തലചുറ്റി വീണു. പഠിക്കാൻ പോകുന്ന കാര്യത്തെ ചൊല്ലി അച്ഛനും മോളും തമ്മിൽ ചില്ലറ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരുതിയത് അവരുടെ വളർച്ചയും ക്ഷീണവും ഒക്കെ വന്നത് അതുകൊണ്ടായിരിക്കുമെന്നാ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഓ ഡോക്ടർ, തൽക്കാലം അമ്പിയോട് ഇതൊന്നും പറയണ്ട. അതെ, ധർമാശുപത്രി പേര് മാത്രമേ ഉള്ളൂ. ഇത് മെഡിക്കൽ അല്ല, മെഡിക്കൽ കോളേജാ. മഞ്ചാടി മണിയോളം പോകുന്ന 4 ഗുളികയ്ക്ക് ഇതേ 310 രൂപയാ വാങ്ങിച്ചത്. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഡോക്ടറെ കണ്ടിട്ട് എന്തായി? ഇന്നെങ്ങാനും ഇവിടുന്ന് കെട്ടിയെടുക്കാൻ പറ്റുമോ? നീ മുറിയിലോട്ടിയല്ലേ, ഞാൻ വരാം. മരുന്ന് ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചാൽ മതി. ഓ, ഏൽപ്പിച്ചിട്ടിപ്പോ എന്താ വിശേഷം? ഉടനെ അടുത്തത് കൽപ്പിച്ചു തരും. ഓ, ആ വാരികയിലെ വാരഫലത്തിൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. ധനനഷ്ടവും മാനഹാനി. ഇനി എന്തൊക്കെയാണാവോ എന്റെ തലയിൽ പാല് കാച്ചിരിക്കുന്നത്. എനിക്കറിയായിരുന്നു, കേട്ട പാതി കേൾക്കാത്ത പാതി നീ ചാടി പുറപ്പെടുന്നു. അത് പിന്നെ അങ്ങനെ വേണ്ട ചേച്ചി. കോളേജിൽ വെച്ച് ചേച്ചിക്ക് സ്വഭാവം അറിയില്ലേ? ഒരു ഗുഡ് ന്യൂസ് കേട്ടാൽ അത് അതിന്റെ മാക്സിമത്തിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതല്ലേ എന്റെ ശീലം. സത്യം പറഞ്ഞ ഈ വാർത്ത ചേച്ചി നേരിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. പോടി, നിന്റെ ഉമ്മയും കിമ്മയൊക്കെ നിന്റെ കൈ വെച്ചേക്ക്. എന്റെ പൊന്നു മോളൊരു ഉപകാരം ചെയ്യണം. ഞാനാണ് ഈ ന്യൂസ് വിളിച്ചു പറഞ്ഞതെന്ന് ആരോടും കെട്ടിയെഴുന്നേൽക്കാതിരുന്നാ മതി. പിന്നെ ആ മാത്യു ഡോക്ടർ ആളൊരു വെടക്ക. ഞാൻ എന്റെ ഹൗസ് സർജൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആദ്യം ഞാൻ ആ മുതലിനെ നേരിട്ടൊന്ന് കാണട്ടെ. ഏതാ കുഞ്ഞാടിന്റെ റൂം? ദേ, ആ റൈറ്റ് തിരിഞ്ഞ് 4-ാമത്തെയാ, 304. ഓക്കെ. അതെ, പറഞ്ഞത് മറക്കണ്ട. നമ്മള് തമ്മിൽ അറിയത്തേയില്ല. ഓ, സമ്മതിച്ചേ. ഓക്കെ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ദിവസം മുഴുവൻ ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കാൻ പോവാണോ? എന്നെ കൊണ്ട് പറ്റില്ല. മരുന്നിന്റെ ലോഷന്റെ ഒക്കെ മണം അടിച്ചിട്ട് ഒതുക്കത്തെ തലവേദന മനം പുരട്ടലുവാ. ആ ഡോക്ടറെ ലോട്ടറിക്കാരനെ ഏൽപ്പിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോവാന്ന്. അങ്ങനെ ഇട്ടങ്ങി പോകാൻ പറ്റുമോ അമ്പിയെ? ബന്ധുക്കളെന്ന് പറയാൻ ഇവിടെ നമ്മളല്ലേ ഉള്ളൂ. ആ കൊച്ചുങ്ങളെ പറ്റിയെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ നിനക്ക്? ഓ പിന്നെ, ദേ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് പറയല്ലേ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവലിരിക്കാൻ കൂടപ്പറപ്പിന്റെ മക്കളൊന്നും അല്ലല്ലോ. ഇളയച്ചന്റെ മോളുടെ അത്രയല്ലേ ഉള്ളൂ. അതിന് ഈ മെനക്കെട്ടതൊക്കെ തന്നെ ധാരാളമാ. അയ്യോ, ഇതാ കൊച്ചല്ലേ, ആ പെങ്കൊച്ചിനെ റാഗ് ചെയ്ത് കൊന്ന കേസിലെ. സംശയിക്കണ്ട, ആളത് തന്നെയാ. കുട്ടി എന്താ ഇവിടെ? ഞാൻ ഗൗരി ഒന്ന് കാണാൻ വന്നതാ. വിവരങ്ങളൊക്കെ വൈകി അറിഞ്ഞത്. കഷ്ടമായിപ്പോയി. ഇപ്പം ഗൗരിക്കും ചേച്ചിക്കും എങ്ങനെയുണ്ട്? ഓ, വലിയ മാറ്റമൊന്നുമില്ല കൊച്ചെ. ദൈവാധീനം കൊണ്ട് ചത്തില്ല, അത്രേ ഉള്ളൂ. ആ, കിടക്കുന്നവർക്ക് കിടന്നാ മതിയല്ലോ. നോക്കുന്നവരുടെ പാടൊന്നും അവർക്കറിയണ്ടല്ലോ. ഒരുപോലെ കണ്ണടച്ചിട്ട് ദിവസം 3-4 ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, ചെല്ലു ചെല്ലു. ഇനിയിപ്പൊ കാഴ്ചക്കാരുടെ കുറവുണ്ടെന്ന് വേണ്ട. ഇന്നൊന്നും പറയണ്ട, മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ. ചേച്ചി ഉറങ്ങിയോ ഗൗരി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വരുമെന്ന് നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ശരിയാ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ മിഴിച്ചു നിന്നു പോവും. പാപ്പിച്ചായൻ എന്നോട് വിവരം പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്ഡ് ആയിപ്പോയി. അന്നത്തെ ഇഷ്യൂല് നിന്നോട് എനിക്ക് അല്പം ശത്രുത തോന്നിയിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഇതറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നിന്റെ അച്ഛനും അമ്മയും പോയി എന്നറിഞ്ഞ ആ നിമിഷം മുതൽ നിനക്കും നിന്റെ ഈ ചേച്ചിക്കും ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു.
അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. തന്തയ്ക്കും തള്ളയ്ക്കും പുറകെ നീയും നിന്റെ ചേച്ചിയും കൂടി സ്വർഗരാജ്യത്തേക്ക് പെട്ടിയും എടുത്ത് പോയാ പിന്നെ ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത് വെറുതെ ആവില്ലേ മോളെ. എന്തായാലും എന്റെ പ്രാർത്ഥന കർത്താവ് തമ്പുരാനങ്ങ് ഫയലിൽ സ്വീകരിച്ചു. ഞാൻ അന്വേഷിച്ചു. ഇനി നിന്റെയും നിന്റെ ചേച്ചിയുടെയും കാര്യത്തില് പേടിക്കാൻ ഒന്നുമില്ല. 1-2 പിരി പോയെങ്കിലും നിന്റെ ചേച്ചിയും ഓക്കെയാ. ഓ, അത് കേട്ടപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി നിന്നോട് ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ. നീ ഇപ്പൊ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്ന നിന്റെ ഈ ചേച്ചിക്കുട്ടിയില്ലേ, ഈ സുന്ദരിക്കുട്ടിയുടെ വയറ്റില് ഒരു ഉണ്ണിവാവ വളരുന്നുണ്ട്. അവള് സ്നേഹിച്ചവൻ മനസ്സെറിഞ്ഞു കൊടുത്ത സമ്മാനം. നീ കണ്ണു പിടിക്കണ്ട മോളെ, ഞാൻ പറഞ്ഞത് സത്യമാ. സംശയമുണ്ടെങ്കിലേ നീ പോയി ഡോക്ടറോട് ചോദിച്ചു നോക്ക്, നിന്റെ ചേച്ചി പ്രഗ്നന്റ് ആണോന്നും. നിന്റെ തന്തപ്പടിയും തള്ളയും രക്ഷപ്പെട്ടതിന്റെ സങ്കടം എനിക്ക് ഇതറിഞ്ഞപ്പോഴാ മാറിക്കിട്ടിയത്. മതിയടി, പൂക്കാടനും മക്കൾക്കും സന്തോഷിക്കാൻ ഈ ഒരൊറ്റ വാർത്ത മാത്രം മതി. പിഴച്ചു പെറാൻ പോകുന്ന ചേച്ചിയും നീയും, പിന്നെ തന്തയില്ലാതെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞും. ഇനിയുള്ള കഥ നമുക്കങ്ങ് ആഘോഷമാക്കാം. പ്രാർത്ഥിക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് നീയും നിന്റെ ചേച്ചിയും ഇവിടെ നിറങ്ങാൻ ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. പോട്ടടി. ഞാൻ അവളോട് സംസാരിച്ചു. പാവം, ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അത് പിന്നെ തന്തയും തള്ളയും കാണിച്ച തെമ്മാടിത്തരം അത്രക്കല്ലേ കൊച്ചേ. കടം കേറിന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ വേണ്ടാതീനത്തിന് പോവോ? കൊക്കിലൊതുങ്ങതേ കൊത്താൻ പാടൂന്ന് കാരണവന്മാര് പണ്ട് പറഞ്ഞിരിക്കുന്ന വെറുതെ ഒന്നുമല്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഉള്ളത് പറയുമ്പോ തുള്ളല് കയറിയിട്ട് കാര്യമില്ല. സാരമില്ല ആന്റി, കുറച്ച് ദിവസം കഴിയുമ്പോ അവരങ്ങ് ഓക്കെ ആയിക്കോളും. അല്ല, കൊച്ചെന്നാ ജയിലിൽ നിന്ന് ഇറങ്ങി? കുറച്ച് ദിവസമായി. ശിക്ഷ തീർന്നിറങ്ങിയതാണോ അതോ ഇനി ഇടയ്ക്കിടയ്ക്ക് പോണോ? ഇനി ആവശ്യമുണ്ടെങ്കിൽ പോയാ മതി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇടയ്ക്ക് ഇറങ്ങാം. പാവം കുട്ടി. ദേ, നിങ്ങളുടെ പുന്നാര എളിയൻ മോളെ കൊണ്ട് കള്ളസാക്ഷി പറയിച്ച് ജയിലിൽ കയറ്റിയ കുട്ടിയാ. എന്നിട്ട് മരണവാർത്ത അറിഞ്ഞിട്ട് വൈരാഗ്യം ഒന്നും കാണിക്കാതെ അത് ഓടി വന്നത് കണ്ടോ? നല്ല തങ്കപ്പെട്ട മനസ്സാ അതിന്റെ. തങ്കമാണോ മുക്കാണോ എന്നൊക്കെ വഴിയറിയാം. പറഞ്ഞതത്ര പിടിച്ചില്ല. എന്തൊരു ചൂട് ഇവിടെ, നീസി വെക്കാൻ പാടില്ലേ. റൂം നമ്പർ 304 മേളില.
കാര്യം എന്താ മോനെ? അത് നിന്റെ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അയ്യോ വേണ്ട വേണ്ട, ഇനിയിപ്പൊ നീ കൂടെ ഇങ്ങോട്ട് വരാത്ത കുഴപ്പമേ ഉള്ളൂ. ദേ രാജി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അത് ഓർമ്മ വേണം. ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഗായത്രിയുടെ റൂം ഇത് തന്നെയാ. ഒന്ന് നിന്നേ. ഇയാൾ ഏതാ? അന്ന് ശവദാഹത്തിന് കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. മേനോൻ ചേട്ടനുമായിട്ട് എന്താ ബന്ധം? ഞാൻ അലൻ ജോസഫ്. ഗായത്രി എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു മേരിമാത കോളേജിൽ. ഓ, അപ്പൊ മേനോൻ ചേട്ടനുമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലേ? ഞാൻ കരുതി ആ വഴിക്ക് വല്ല കണക്ഷനും ആയിരിക്കും. ഞാൻ ഗായത്രി ഒന്ന് കണ്ടോട്ടെ? ഓ, ചെന്നാട്ടെ. പിന്നെ കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാട്ടോ. പഠിച്ചവരെയും പഠിപ്പിച്ചവരെയും പോയിട്ട് കൂടെ പിറന്നവരെ പോലും കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷനാ ഇപ്പോ. കാലക്കേടെന്നല്ലാതെ എന്തു പറയാനാ? ഗായത്രി, നിനക്കെന്നെ മനസ്സിലായില്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? സാറങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. ICU വെച്ച് കണ്ണു തുറന്ന പിന്നെ ഇത് തന്നെ. വരുന്നവരെയും പോകുന്നവരെയും ഇങ്ങനെ തുറച്ചു നോക്കൂന്നല്ലാതെ യാതൊരു അനക്കും ഇല്ല. മനസ്സിന് ഇളക്കം തട്ടിയിട്ടുണ്ടേ. ഇതൊക്കെ പിന്നെ സഹിക്കാവുന്നേ. 2 ദിവസം മുമ്പ് ഉടുത്തേക്കുന്നതും അഴിച്ചു കളഞ്ഞൊരു ഒറ്റ ഓട്ടമായിരുന്നു. നാണക്കേട് കൊണ്ട് മനുഷ്യന്റെ തൊലി ഉരിഞ്ഞുപോയി. അതെ, തുള്ളി വിഷം ഉള്ളിച്ചെന്ന ഇങ്ങനെ ഭ്രാന്തും വട്ടും ഒക്കെ ആവുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പുറമെ ഇത്രയൊക്കെ കുഴപ്പമുണ്ടെങ്കിലേ ഇനി ഉള്ളിലത്തെ കാര്യം എങ്ങനെയാണെന്ന് ആർക്കറിയാം. പെങ്കൊച്ചാകുകയും ചെയ്തു. ഞാൻ പിന്നെ വരാം. നീ ഇവിടെ എന്നാ എടുക്കുവാ? പ്രാഞ്ചിയച്ഛൻ വന്നത് കണ്ടില്ലേ? അമ്മച്ചി ആട്ടുംപാല് കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തു ഫ്രാഞ്ചേച്ചൻ വന്നിട്ടുണ്ടാവുന്ന്. അതുങ്ങളോട് ഒന്ന് പിന്നിരിക്കാൻ ഇങ്ങോട്ട് വാടി. അച്ഛൻ നിന്നെ ചോദിച്ചായിരുന്നു. പിന്നെ ആട്ടിൻപാൽ ഒഴിച്ച് ചായ ചെന്നപ്പോഴേ ഫ്രാഞ്ചേച്ചൻ എന്നെ ഓർമ്മ വന്നുള്ളൂ. ചിന്നുവേ, ഞാനിതാ വരുന്നേ. ഞാൻ ഈ കാര്യം അവരാലോചനയുമായി വന്ന് അന്ന് തന്നെ ഇവളോട് പറഞ്ഞതാ. പക്ഷേ ഇവിടെ അന്ന് മുതലേ ഇടം തിരിഞ്ഞ് നിന്നാ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാച്ചോ? ആകയിലേ, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു പുരോഹിതനായിട്ടല്ല, ഈ കുടുംബത്തിലെ നിന്റെ മൂത്ത സഹോദരനായിട്ടാണ്. കാര്യം പൂക്കാടന്റെ മോള് ഒരു ജയിൽ പുള്ളിയായിരുന്ന പെണ്ണ് തന്നെയാ, സമ്മതിക്കുന്നു. നമ്മുടെ ചെറുക്കനെ കൊണ്ട് അവളുടെ കഴുത്തിലൊരു മിന്നു കെട്ടിച്ചാൽ അവളുടെ ആ പേര് മാറുകയുമില്ല. പക്ഷേ ആ മിന്നുകെട്ട് നടന്നാൽ മാറാൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതമായിരിക്കും. എന്നുവെച്ചാ പ്രാഞ്ചിയച്ഛൻ എന്നതായി പറഞ്ഞു വരുന്നത്?
ഈ ബന്ധത്തിന് നമ്മളായിട്ട് സമ്മതം മുളണമെന്നാണോ? ഈ കുടുംബവുമായിട്ട് എനിക്ക് ബന്ധമില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു റാഹേലെ. പെണ്ണിനൊരു ചെറിയ പോരായ്മ ഉണ്ടെന്ന് വെച്ച് ഇപ്പൊ നമ്മളിത് വേണ്ടെന്ന് വെച്ചാ പിന്നീട് ഒരുപാട് നിരാശപ്പെടേണ്ടി വരും. കൊന്നതിനും കട്ടതിനൊന്നും അല്ലല്ലോ കോടതി അതിനെ ശിക്ഷിച്ചത്. കോളേജിലെ കൂട്ടുകെട്ടിനിടയിൽ സംഭവിച്ചു പോയൊരു കയ്യബദ്ധം. അതിനെ അങ്ങനെ കണ്ടാൽ പോരെ രാഹേലെ? എവിടെയായിരുന്നു എന്റെ അനിമോള്? ഞാൻ വന്നിട്ട് കൂടി നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഞാൻ കുളിക്കുമായിരുന്നു പ്രാഞ്ചിയച്ച. ആ റാഹേലെ, ഇവളുടെ കാര്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ബന്ധത്തിന് സമ്മതിച്ചാൽ പിന്നെ എവളുടെ കാര്യത്തിന് ആൾക്കാർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം അരമനയിൽ ചെന്നപ്പോ വലിയ തിരുമേനി ചിരിച്ചുകൊണ്ടൊരു ചോദ്യം. എന്താ ഫ്രാൻസിസ്, കുടുംബത്തിലൊരു നല്ല പ്രപ്പോസൽ വന്നിട്ട് അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണോ? അരമനയിലുള്ളവർക്കൊക്കെ പൂക്കാടന്മാരെ വലിയ മതിപ്പാണ്. പള്ളിക്കും സഭയ്ക്കും വേണ്ടി കണക്ക് നോക്കാതെ വാരിക്കോരി കൊടുക്കുന്നവരാണേ. അപ്പോ അങ്ങനെ ഒരു കുടുംബവുമായി ഒരു ബന്ധമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അവർക്കിത് പോയാൽ ഇതുപോലെ വേറെ ഒരുപാട് ബന്ധം കിട്ടും. പക്ഷേ നമുക്കിതുപോലെ ഒന്ന് ഒത്തുവരാൻ ഒരു സാധ്യതയുമില്ല. അതുകൂടി ഓർക്കണം. അവൻ വന്നു. അവനോട് അച്ഛൻ തന്നെ പറ. ഞങ്ങൾ ചോദിച്ചാൽ അവൻ പിടി തരത്തില്ല. അച്ഛനെപ്പോ വന്നു? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിന്നെ എവിടം വരെയായി നിന്റെ യാത്രയൊക്കെ? 2-3 പേപ്പേഴ്സ് കൂടി ശരിയാക്കാനുണ്ട്. മോനെ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം കേൾക്കുമ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതാ നല്ലതെന്ന് നിനക്ക് ബോധ്യമാകും. പ്രാഞ്ചിച്ചൻ കാര്യം എന്താന്ന് പറഞ്ഞില്ല. റാഹേൽ അന്ന് നിന്നോടൊരു കല്യാണ കാര്യം പറഞ്ഞില്ലേ? അത് തന്നെ. നീ എന്തു പറയുന്നു? വേണ്ട പ്രാഞ്ചിച്ച, എനിക്കിതിൽ താല്പര്യമില്ല. ഞാനത് അന്നേ അമ്മച്ചിയോട് പറഞ്ഞതാണല്ലോ. അച്ഛൻ ക്ഷമിക്കണം, എന്നെ നിർബന്ധിക്കരുത്. കണ്ടില്ലേ അവന്റെ പോക്ക്? പ്രാഞ്ചിയച്ഛനോട് പോലും കട്ടായം പറയാൻ നിൽക്കുന്ന അവനോട് പിന്നെ ഞങ്ങൾ എന്നാ പറയാനാ? അവനിപ്പോ അങ്ങനെയൊക്കെ പറയും. അവനിതിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാ. നിങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ഒന്ന് മുറുകിയാൽ അവൻ ഇതിന് സമ്മതിക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. കർത്താവായി കൊണ്ടുതന്ന കടാക്ഷമാണെന്ന് കരുതിയാൽ മതി. ചേച്ചിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഗൗരിക്ക് ഊഹിക്കാമല്ലോ. ശാരീരികമായി മാത്രമല്ല, മാനസികമായും ആ കുട്ടി വളരെ ഡിറ്റാച്ച്ഡ് ആണ്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ചെറിയൊരു അശ്രദ്ധ പോലും ചേച്ചിയുടെ നില കൂടുതൽ വഷളാക്കും. ഗൗരിയെപ്പോലെ മിടുക്കിയായ ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന് സാഹചര്യവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനാവുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആവുന്നത്. ചേച്ചി ഇപ്പോ വളരെ അബ്നോർമലാണ്. തന്റെ ശാരീരികാവസ്ഥയെ പറ്റിയോ അമ്മയാകാൻ പോകുന്നതിനെ കുറിച്ചോ ഒന്നും ആ കുട്ടി ഒട്ടും ബോധേടല്ല. മനസ്സുകൊണ്ട് മറ്റേതോ ലോകത്താണ് ഇപ്പൊ ഗൗരിയുടെ ചേച്ചി. അവിടുന്ന് അവൾ നോർമൽ ആവാൻ തന്നെ ഒരുപാട് സമയമെടുത്തെന്നിരിക്കും. ഗൗരി വേണം അതിന് മുൻകൈ എടുക്കാൻ. ഞാൻ പറയുന്നത് ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി മുതൽ ഈ അനിയത്തി ഗായത്രിയുടെ ചേച്ചിയാവണം. ചിലപ്പോഴൊക്കെ ഒരമ്മയും. എങ്കിലേ ഏതോ സങ്കല്പലോകത്ത് കഴിയുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. മോക്കതിന് കഴിയണം. കഴിയും. ഐ ആം കോൺഫിഡന്റ്.
ഡോക്ടർ ഡിസ്ചാർജ് എന്നത്തേക്ക് കാണും? വൈകിട്ടത്തെ റൗണ്ട്സ് കൂടെ കഴിയട്ടെ, എന്നിട്ട് പറയാം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മിക്കവാറും നാളെ തന്നെ പോവാം. എന്നാൽ ഞങ്ങൾ ഓക്കെ. ഗൗരി, ബി ബോൾഡ്. ആസ് എ ഡോക്ടർ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും മോൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. വളരെ ഉപകാരം ഡോക്ടർ. ശരി. ബി സ്റ്റഡി ആണെങ്കിൽ ലേബർ റൂമിലേക്ക് മാറ്റിക്കോളൂ. ഓക്കെ, ഞാൻ ഉടനെ വന്നോളാം. ഡോക്ടർ ഒരു മിനിറ്റ്. യെസ്. ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. മോള് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പ ചോദിക്കാതിരുന്നത്. എന്താ അറിയേണ്ടത്? അത് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ ഡോക്ടർ? തെറ്റാണെന്നറിയാം, എങ്കിലും ഇപ്പോഴത്തെ ഈ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഒരു വഴിയുള്ളൂ എന്ന് കണ്ടിട്ടാ. ഡോക്ടർ ഒന്ന് മനസ്സ് വെച്ചാൽ. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ എം ഹെൽപ്ലെസ്. ഒന്നാമത് ഒരു അബോർഷൻ്റെ പീരീഡൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. മാത്രവുമല്ല, ആ കുട്ടി മെൻ്റലി അബ്നോർമലുമാണ്. പേഷ്യൻറ്റിൻ്റെ സമ്മതമില്ലാതെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഐ എം സോറി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന ആളെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തി കൊടുക്കുക. നാണക്കേട് ഒഴിവായി കിട്ടുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഗായത്രിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും അതുകൊണ്ട് കഴിഞ്ഞേക്കും. എന്തിനായിരുന്നു ചേച്ചി, എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ? ഒരിക്കലും പിരിയാനാവാത്ത വിധം ഈ ബന്ധം വളർന്നു പോയെന്ന് ചേച്ചി വന്ന് പറഞ്ഞപ്പോ ഒരിക്കലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയത്?